കേരളത്തിൻ്റെ ജനവിധി അറിയാൻ ഇനി വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രം. കേരളം ഏത് മുന്നണിക്കൊപ്പം തെരഞ്ഞെടുപ്പ് ദിവസം വരെ അറിയേണ്ട എല്ലാ വിശദാംശങ്ങളും പക്ഷമില്ലാതെ മൈഫിൻ TV നിങ്ങളിലേക്ക് എത്തിക്കുന്നു. പ്രത്യേക തെരഞ്ഞെടുപ്പ് അവലോകനം പോൾ പൾസ്. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 140 നിയോജക മണ്ഡലങ്ങളിൽ വെച്ച് ശക്തമായൊരു മത്സരം നടക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴയിലാണ്. LDFിന് വേണ്ടി സിറ്റിംഗ് MLA H. സലാബ് ജനവിധി തേടുമ്പോൾ CPM ഉപേക്ഷിച്ച G. സുധാകരൻ UDFിൻ്റെ പിന്തുണയോടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. അരുൺ അനിരുദ്ധനാണ് NDA സ്ഥാനാർത്ഥിയായി അമ്പലപ്പുഴയിൽ. ഒഴുക്ക് എങ്ങോട്ടായിരിക്കും, എന്തൊക്കെ വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയാകും എന്നാണ് ഇന്ന് പോൾ പൾസ് പരിശോധിക്കുന്നത്. വിശദാംശങ്ങളുമായി തുളസി പ്രസാദ് ഉണ്ട്. തുളസി, കഴിഞ്ഞ ഭരണ കാലയളവിൽ അമ്പലപ്പുഴയിലെ അടിസ്ഥാന സൗകര്യ വികസനങ്ങളും രാഷ്ട്രീയ പ്രവർത്തനങ്ങളും എത്രത്തോളം ഫലം കണ്ടു? എന്തൊക്കെ ഫാക്ടറുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇവിടെ വിജയം പ്രഖ്യാപിക്കുക? വിവേക്, കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങളിൽ 9 എണ്ണമാണ് ആലപ്പുഴ ജില്ലയിൽ വരുന്നത്. ഈ ആലപ്പുഴ ജില്ലയിലെ 9 എണ്ണങ്ങളിൽ ഏറ്റവും ശക്തമായൊരു പോരാട്ടം ഇത്തവണ നടക്കുന്ന മണ്ഡലം കൂടിയാണ് അമ്പലപ്പുഴ മണ്ഡലം വരുന്നത്. ഇതിൽ H. സലാമാണ്, നിലവിലെ സിറ്റിംഗ് MLA ആയ H. സലാമാണ് LDFിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. അതുപോലെ തന്നെ CPIMൻ്റെ നിന്നും ബന്ധം ഉപേക്ഷിച്ച് UDFിൻ്റെ പിന്തുണയോടെ സ്വതന്ത്രനായി മത്സരിക്കുന്ന മുൻ മന്ത്രിയും അമ്പലപ്പുഴയുടെ തന്നെ മുൻ MLAയുമായ G. സുധാകരനാണ് എതിർ സ്ഥാനാർത്ഥിയായി വരുന്നത്. അദ്ദേഹത്തിൻ്റെ ചിഹ്നം തെങ്ങിൻ തോട്ടമാണ് G. സുധാകരൻ്റെ ചിഹ്നം വരുന്നത്. അതുപോലെ തന്നെ NDA സ്ഥാനാർത്ഥിയായി BJPയുടെ ആലപ്പുഴ ജില്ലാ വൈസ് പ്രസിഡന്റ് കൂടിയായ അരുൺ അനിരുദ്ധനാണ് മത്സരിക്കുന്നത്. അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തെ സംബന്ധിച്ച് രാഷ്ട്രീയമായി ഒരു ഇടതുപക്ഷത്തിന് വ്യക്തമായ ഒരു മേൽക്കൈയുള്ള മണ്ഡലമാണെങ്കിൽ കൂടി വികസനവും അതുപോലെ തന്നെ കാർഷിക ക്ഷേമവും ആശ്രയിച്ചായിരിക്കും മണ്ഡലത്തിലെ വോട്ട് എങ്ങനെയായിരിക്കുമെന്ന് നോക്കുക. ആദ്യം തന്നെ സ്ഥാനാർത്ഥികളുടെ ആസ്തി മൂല്യം നമുക്കൊന്ന് പരിശോധിക്കാം. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ച സത്യവാങ്മൂലത്തിലെ വിവരങ്ങൾ പ്രകാരം G. സുധാകരന്റെ ആസ്തി മൂല്യം എന്ന് പറയുന്നത് 11.67 ലക്ഷം രൂപയാണ്. അദ്ദേഹത്തിന്റെ കൈവശം 5000 രൂപയാണുള്ളത്. അതുപോലെ തന്നെ വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലായി 7,40,000 രൂപയുടെ നിക്ഷേപവുമുണ്ട്. MLA പെൻഷനായി അദ്ദേഹത്തിന് 38,000 രൂപയും ലഭിക്കുന്നുണ്ട്. LDF സ്ഥാനാർത്ഥി H. സലാമിലേക്ക് വരുമ്പോൾ H. സലാമിനാകെ 40,30,000 രൂപയുടെ ആകെ സ്വത്തുക്കളാണുള്ളത്. ഇതിൽ ബാധ്യതയായി 1,20,000 രൂപയുടെ ബാധ്യതയാണ് അദ്ദേഹത്തിനുള്ളത്. അതുപോലെ തന്നെ 2021 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം സംബന്ധിച്ച സത്യവാങ്മൂലത്തേക്കാൾ ആസ്തിയിൽ വർധനവ് ഇത്തവണ ഉണ്ടായിട്ടുണ്ടെന്നാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്. NDA സ്ഥാനാർത്ഥി അരുൺ അനിരുദ്ധന്റെയും കുടുംബത്തിന്റെയും പേരുള്ള ആസ്തികളുടെ ഏകദേശ മൂല്യം എന്ന് പറയുന്നത് 54 ലക്ഷം രൂപയാണ്. 18 ലക്ഷത്തിന്റെ കടബാധ്യതയും അദ്ദേഹത്തിനുണ്ടെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ച സത്യവാങ്മൂലങ്ങളിൽ വ്യക്തമാവുന്നുണ്ട്. ഇനി അമ്പലപ്പുഴ മണ്ഡലത്തിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ വോട്ട് ഏത് ദിശയിലായിരിക്കാം, അല്ലെങ്കിൽ എന്തൊക്കെ ഫാക്ടറുകളായിരിക്കാം വോട്ടിനെ സ്വാധീനിക്കുക എന്ന് നോക്കാം. ഈ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ അമ്പലപ്പുഴ എന്ന് പറയുന്നത് കുട്ടനാടിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു മണ്ഡലം കൂടിയാണ്. ഇവിടെ പ്രധാനമായും കർഷക തൊഴിലാളികൾ, അതുപോലെ തന്നെ കയർ തൊഴിലാളികൾ, മത്സ്യത്തൊഴിലാളികൾ എന്നീ പ്രധാന ജനവിഭാഗങ്ങളാണ് അമ്പലപ്പുഴ മണ്ഡലം കേന്ദ്രീകരിച്ചുള്ള വോട്ടർമാരെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു സാമ്പത്തിക അടിത്തറ അമ്പലപ്പുഴയുടെ എന്ന് പറയുന്നത് നെൽകൃഷിയുണ്ട്, ഉൾനാടൻ മത്സ്യബന്ധനമുണ്ട്, കയർ വ്യവസായമുണ്ട്, വ്യാപാരം തുടങ്ങിയവയാണ് സാമ്പത്തിക അടിത്തറ എന്ന് അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തെ പറയുന്നത്. അതുപോലെ തന്നെ കനാലുകൾക്കും നദികൾക്കും പാടശേഖരങ്ങൾക്കും ഇടയിൽ നിലകൊള്ളുന്ന ഒരു പ്രദേശം ആയതുകൊണ്ട് തന്നെ ഇത് ജനവാസ യോഗ്യമാക്കി നിലനിർത്തുക എന്നത് അത് നിരന്തരമായൊരു പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങളുടെയും ഒക്കെ നിരന്തരമായൊരു അധ്വാനം ഇതിനാവശ്യമാണ്. ചിറകളും റെഗുലേറ്ററുകളും പമ്പിംഗ് സംവിധാനങ്ങളും ഒക്കെ കൃത്യമായി പ്രവർത്തിച്ചാൽ മാത്രമേ ഇവിടെ ജീവിതം സാധ്യമാവുകയുള്ളൂ. വിവേക്, വ്യക്തമാണ്. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. മുൻ CPM നേതാവ്, മുതിർന്ന നേതാവുമായ സുധാകരൻ ഉൾപ്പെടെയുള്ളവർ മത്സരിക്കുമ്പോൾ ഇത് എങ്ങോട്ട് ഈ കാറ്റ് വീശുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. തുളസിയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.